HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HSI നാച്ചുറൽ സയൻസ് എക്സാമിന് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധമായി വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാനും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്വാഗീദാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശം. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശം. എന്താണ് എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻഡമിക് സ്പീഷീസ് ആണ് അല്ലേ? അതായത് ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം കാണുന്ന സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡമിക് സ്പീഷീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അവ മറ്റു ഭാഗങ്ങളിലൊന്നും കാണില്ല, ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമേ അവ കാണാനായിട്ട് സാധിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ കാണുന്ന ആ ഒരു പ്രദേശത്തെ നമുക്ക് എന്ത് പറയാം? ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയാം. ഹോട്ട്സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ സാധാരണ ചോദ്യം വരാറുണ്ട്. 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഹോട്ട്സ്പോട്ടുകളാണ് കറക്റ്റ് ആൻസർ കേട്ടോ. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണുന്ന പ്രദേശമാണ് ഹോട്ട്സ്പോട്ടുകൾ. ഓക്കെ അല്ലേ? അപ്പൊ ഹോട്ട്സ്പോട്ടുകൾ എന്നുള്ള ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാം, ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയോ. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ അഥവാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് നോർമൻ മേയോ. ലോകത്തിലെ അത്യപൂർവമായി കാണപ്പെടുന്ന പല ജീവികളുടെയും ആവാസ സ്ഥാനങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തില് അത്യപൂർവമായി മാത്രം കാണുന്ന പല ജീവികളുടെയും ആവാസ സ്ഥാനങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ. ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാണെന്നുള്ളത് കൃത്യമായി പഠിച്ചു വെക്കുക. 36 ഹോട്ട്സ്പോട്ടുകളാണ് ആകെ ഉള്ളത്. ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ 4 ഹോട്ട്സ്പോട്ടുകളാണുള്ളത് എന്നുള്ളതും നോട്ട് ചെയ്യാം. 36 ഹോട്ട്സ്പോട്ടുകളാണ് ആകെ ഉള്ളത്. ഇതിൽ ഇന്ത്യയിൽ 4 ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയം, ദെൻ ഇൻഡോബർമ, പശ്ചിമഘട്ടം, സുന്ദർലാൻഡ്. ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് റീജിയൻസ് ഏതൊക്കെയാണ്? ഹിമാലയം, ഇൻഡോബർമ മേഖല, പശ്ചിമഘട്ടം, സുന്ദർലാൻഡ്. ഹോട്ട്സ്പോട്ടുകളെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇനിയൊരു എക്സ്ട്രാ പോയിന്റുകളൊന്നും നമുക്കതിൽ ആവശ്യമില്ല. അപ്പോൾ അത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4 ആണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? അല്ലെങ്കിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിന് മലയാളത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയാം. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡും ഒക്കെ എന്താണ്? ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതിൽ ഉൾപ്പെടാത്തത് ഏതാന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ആൻസർ ചെയ്യണം. അപ്പോൾ നോക്കാം. ഹരിതഗൃഹവാതകങ്ങൾ ഇൻഫ്രാറെഡ് വികിരണം ആഗിരണം ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വാതകങ്ങളെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് ഊർജം അഥവാ താപ ഊർജം ആഗിരണം ചെയ്യുകയും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തന്നെ അത് വീണ്ടും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് ഭൂമി ചൂടാവാൻ തുടങ്ങും അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുകയും ഗ്രഹത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് പിടിക്കുന്ന വാതകങ്ങളെ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയാം. ഈ ഹരിതഗൃഹവാതകങ്ങളെ നമുക്ക് ഷോർട്ടായിട്ട് GHG എന്ന് പറയാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് GHG. ഹരിതഗൃഹവാതകങ്ങൾ എന്തിന് കാരണമാവുന്നു? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്നു. ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അപ്പം ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
ഹരിതഗൃഹ പ്രഭാവമാണ്. അപ്പോൾ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് മലയാളത്തിലുള്ള ടേംസ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോകുന്നത് മലയാളത്തിൽ തന്നെയാണ്. ടേംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നോട്ട്സും എല്ലാം മലയാളത്തിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഇപ്പോൾ ഒരു NCA നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചില ടേംസ് ഒക്കെ ഇംഗ്ലീഷിലുള്ള ടേംസ് അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ കൂടുതലും നമ്മൾക്ക് മലയാളത്തിലുള്ള ടേംസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. മലയാളം ടേംസ് മാത്രം പോരാ, അതിൻ്റെ ഇംഗ്ലീഷ് ടേമും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഓൺലൈൻ കോച്ചിങ് HSA നാച്ചുറൽ സയൻസിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും മെൻറ്റർ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമായിരിക്കും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി പഠിക്കുക. ഏതൊക്കെയാണ്? ജലനീരാവി അല്ലേ, വാട്ടർ വേപ്പർ, ദെൻ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ, ഓസോണ്. ഇത്രയുമാണ് എന്തിൽ വരുന്നത്? പ്രധാന ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത്. ഓക്കെ, ഇനിയും പല ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ജലനീരാവി, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഓസോൺ. ഓക്കെ, ഇത് ഹരിത ഗൃഹവാതകങ്ങളാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഖണ്ഡാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം. ഈ ഒരു രീതിയിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഓരോ വന്യജീവി സങ്കേതങ്ങളിലും ഏതൊക്കെ ജീവികളെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഖണ്ഡാമൃഗങ്ങളെ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ ഖണ്ഡാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതമാണ് കാസിരംഗ. ശരിയല്ലേ? ഏതാണ്? കാസിരംഗയാണ്. കറക്റ്റ് ആൻസർ കാസിരംഗയാണ് കേട്ടോ. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ആസാമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ ഖണ്ഡാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് ഗിർ ദേശീയ ഉദ്യാനം. ഓക്കെ, ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനമാണ് ഗിർ ദേശീയ ഉദ്യാനം. ബിഗ് 5 എന്ന സ്ഥലമായി അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം, ബിഗ് 5 എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് കാസിരംഗ ദേശീയ ഉദ്യാനം. ഓക്കെ, ബിഗ് 5 എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഹിമപ്പുലികളുടെ ഏക സംരക്ഷണ കേന്ദ്രം ഹെമിസ് ദേശീയ ഉദ്യാനമാണ്. ഇന്ത്യയിലെ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമാണ് ഹെമിസ് ദേശീയ ഉദ്യാനം. കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം, കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശമാണ് ഡച്ചിങ്ഗാം നാഷണൽ പാർക്ക്. ഏതാണ്? ഡച്ചിങ്ഗാം നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്ന് അറിയപ്പെടുന്നത് ഓറങ് ദേശീയ ഉദ്യാനമാണ്. ഓക്കെ, ഓറങ് ദേശീയ ഉദ്യാനമാണ്. അപ്പോൾ ദേശീയ ഉദ്യാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടുന്ന് സാധാരണ ചോദ്യങ്ങളും നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരാറുണ്ട്. സാധാരണ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പുറമെ നമ്മുടെ നാഷണൽ പാർക്കുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള കേരളത്തിലെ നാഷണൽ പാർക്കുകളെ കുറിച്ചും അതുപോലെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കുകളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. നമ്മുടെ എക്സാമിന് ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകൾ. നമ്മുടെ മൊഡ്യൂൾ 1 വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഡിഗ്രി ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഹയർ സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ +1 +2 ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ഡിഗ്രി ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ ഇത്. അതായത് വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ്. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകളാണ് ഏത്? നമ്മുടെ അണലി അല്ലേ? അണലി അതിൻ്റെ വിഷം ബാധിക്കുന്നത് നമ്മുടെ രക്തപര്യന വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ രക്തത്തെ ബാധിക്കുന്ന ഒരു വിഷമാണ് അണലിക്ക് ഉള്ളത്. അണലിയുടെ തലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ത്രികോണാകൃതിയിലുള്ള തലയാണ് അണലിക്കുള്ളത്. ഇനി മൂർഖൻ പാമ്പിന്റെ വിഷം ബാധിക്കുന്നത് തലച്ചോറ് അഥവാ നാഡീ വ്യവസ്ഥയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അണലിയുടെ വിഷം ബാധിക്കുന്നത് മെയിനായിട്ട് വൃക്കയെ ബാധിക്കുന്നുണ്ട്. ദെൻ രക്തപര്യന വ്യവസ്ഥ അല്ലേ,
വൃക്കയെ ബാധിക്കുന്നു. വൃക്ക എന്ന് പറയുന്ന അവയവത്തെ ബാധിക്കുന്നു. നമ്മുടെ രക്തപര്യന വ്യവസ്ഥയെ മുഴുവനായിട്ട് ബാധിക്കുന്നു. ഇനി മൂർഖൻ പാമ്പിന്റെ വിഷമാണെങ്കിലോ തലച്ചോറിനെ, നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷമാണ് മൂർഖൻ പാമ്പിന്റെ വിഷം. ഇനി പാമ്പിന്റെ ഈ ഒരു വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ പാമ്പിന്റെയും വിഷം ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്, വിവിധ തരം വിഷങ്ങൾ, പാമ്പിന്റെ വിഷങ്ങൾ ഏതൊക്കെയാണ്, വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഉണ്ട്, അതിന്റെ പേരുകൾ ഏതൊക്കെയാണ്, അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഇതിന് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിന്റെ ബോഡിക്കൊക്കെ വരുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. വിഷമുള്ള പാമ്പുകളുടെ ശരീരത്തിന് വരുന്ന, അതിന്റെ ടെയിലിൽ വരുന്ന, അതിന്റെ വാൽഭാഗത്തിന് വരുന്ന പ്രത്യേകത, അതുപോലെ തന്നെ അതിന്റെ സ്കെയിലിന്, അതിന്റെ തലയ്ക്ക് വരുന്ന പ്രത്യേകതകൾ, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ നമ്മൾ പറയുന്നു പാമ്പിന്റെ വിഷം എത്ര തരമുണ്ട്? 4 തരമുണ്ട്. ഏതൊക്കെയാണ്? ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷമുണ്ട്, ഹീമോടോക്സിക് വിഷമുണ്ട്, സൈറ്റോടോക്സിക്, മയോടോക്സിക്. ഇങ്ങനെ 4 തരത്തിലുള്ള വിഷമാണ് പ്രധാനമായും പാമ്പുകൾക്ക് ഉള്ളത്. ന്യൂറോടോക്സിക് വിഷം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് എന്നുള്ള കാര്യം പഠിക്കുക കേട്ടോ. അപ്പോൾ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിന്റെ വിഷം ഏതാണ്? ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷം കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് കടൽപ്പാമ്പ്. കടൽപ്പാമ്പ് എന്ന് കേൾക്കുമ്പോൾ വിഷമുള്ള പാമ്പാണ് കേട്ടോ. കടൽപ്പാമ്പ് വിഷം ഉള്ള പാമ്പാണ് കടൽപ്പാമ്പ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ മൂർഖന്, വെള്ളിക്കെട്ടൻ, ഇതിന്റെ എല്ലാം ന്യൂറോടോക്സിക് വിഷമാണ്. നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ഇതിന്റെ വിഷം ബാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഹീമോടോക്സിക് വിഷമാണ്. ഹീമോടോക്സിക് വിഷം ഇത് രക്തത്തെയാണ്, രക്തപര്യന വ്യവസ്ഥ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അണലിയുടെ വിഷമൊക്കെ ഹീമോടോക്സിക് വിഷമാണ്. ഇനി മറ്റൊരു ടൈപ്പാണ് സൈറ്റോടോക്സിക് വിഷം. സൈറ്റോടോക്സിക് വിഷം നമ്മുടെ കോശത്തെയാണ് ഇത് ബാധിക്കുന്നത് കേട്ടോ. പഫ് ആഡർ എന്നുള്ള പാമ്പിലൊക്കെ ഈ ഒരു സൈറ്റോടോക്സിക് വിഷമാണ് കാണുന്നത്. പ്രധാനമായിട്ടും സൈറ്റോടോക്സിക് വിഷം ബാധിക്കുന്നത് നമ്മുടെ കോശങ്ങളെയാണ്. ലാസ്റ്റ് വണ് മയോടോക്സിക്. മയോടോക്സിക് വിഷം ബാധിക്കുന്നത് നമ്മുടെ പേശികളെയാണ്, അഥവാ നമ്മുടെ മസിൽസിനെയാണ്. ഓക്കെ, നമ്മുടെ മസിൽസിനെയാണ് മയോടോക്സിക് വിഷം ബാധിക്കുന്നത്. സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വിവിധ തരം വിഷങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത്, ഇതിനെല്ലാം ഉദാഹരണങ്ങൾ ഏതൊക്കെ പാമ്പുകളാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, ദെൻ പാമ്പിന്റെ വിഷപ്പല്ലായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് അതിന്റെ കോമ്പലാണ്. നോട്ട് ചെയ്യുക കേട്ടോ. പാമ്പിന്റെ വിഷപ്പല്ലായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് പാമ്പിന്റെ കോമ്പലാണ്. പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് ശരിക്കൊരു പ്രോട്ടീൻ ആണ്. അതിന് മഞ്ഞ നിറമാണ് ഉള്ളത്. ഇനി ഇവിടെ കുറച്ച് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് മാറിപ്പോവാതെ തന്നെ പഠിച്ചിരിക്കണം. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമുള്ള പാമ്പാണ് രാജവെമ്പാല. എന്നാൽ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് ചോദിച്ചതെങ്കിൽ അത് കടൽപ്പാമ്പാണ്. കരയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇൻലാൻഡ് ടൈപ്പനാണ്. മാറിപ്പോവരുത്. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിൽ കാണപ്പെടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വിഷമുള്ള പാമ്പ് ഏതാണ്? രാജവെമ്പാലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് ഏതാണ്? അങ്ങനെയാണ് ചോദ്യമെങ്കിൽ എന്താണ് ഉത്തരം? കടൽപ്പാമ്പാണ്. ഇനി കരയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് എന്ന് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ ഉത്തരം വരിക ഇൻലാൻഡ് ടൈപ്പനാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യണം കേട്ടോ. മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ കുറച്ച് പോയ്സണസ് ആൻഡ് നോൺ പോയ്സണസ് സ്നേക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് താഴെ തന്നതിൽ വിഷമില്ലാത്ത പാമ്പിന് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ താഴെ തന്നതിൽ വിഷമുള്ള പാമ്പിന് ഉദാഹരണം ഏത്, ആ രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ വിഷമുള്ള പാമ്പുകൾക്ക് ഉദാഹരണമാണ് കോബ്ര, ക്രേറ്റ്, പിറ്റ് വൈപ്പർ, റാറ്റിൽ സ്നേക്ക്, റസൽസ് വൈപ്പർ, കോറൽ സ്നേക്ക്, അതുപോലെ തന്നെ സീ സ്നേക്ക്, കടൽ പാമ്പെല്ലാം. ഇനി നോൺ പോയ്സണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളാണ് പൈത്തൺ, റാറ്റ് സ്നേക്ക്, എർത്ത് സ്നേക്ക്, ബ്ലൈൻഡ് സ്നേക്ക് ഒക്കെ. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാനുണ്ട് നമുക്ക്. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് കൊണ്ട്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരീരകോശങ്ങളിൽ ക്രോമസോം എണ്ണം തുല്യമായി കാണുന്നു. ഓപ്ഷൻ ബി, ജീവികളിൽ ക്രോമസോം എണ്ണം തുല്യമായി വരുന്നു. ഓപ്ഷൻ സി, ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിലനിൽക്കുന്നു. ഓപ്ഷൻ ഡി, പ്രത്യുൽപാദന കോശങ്ങളെയും ശരീരകോശങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ, ഊനഭംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിയോസിസ് ആണ് അല്ലേ? മിയോസിസ് ആണ് ഊനഭംഗം. അപ്പോൾ ഊനഭംഗം നടക്കുമ്പോൾ നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഊനഭംഗം എന്ന് നടക്കുന്നത് പ്രത്യുൽപാദന കോശങ്ങളിലാണ്
അല്ലെങ്കിൽ സ്പേമിലും ഓവത്തിലും ഒക്കെയാണ് ഊനഭംഗം അഥവാ മിയോസിസ് നടക്കുന്നത്. ഇത് നടക്കുമ്പോൾ 46 ക്രോമസോം എന്നുള്ളത് പകുതിയായിട്ട് 23 ക്രോമസോമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഊനഭംഗത്തെ നമ്മൾ എന്ത് പറയാറുണ്ട്? റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാറുണ്ട്. നമുക്കറിയാം മൈറ്റോസിസ് എന്ന് പറയുന്ന കോശ വിഭജനം അല്ലെ, മൈറ്റോസിസിന് മലയാളത്തിൽ ക്രമഭംഗം എന്ന് പറയാം. മൈറ്റോസിസ് നടക്കുമ്പോൾ ക്രോമസോം നമ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. 46 ക്രോമസോം അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ. അതായത് പുത്രികാ കോശങ്ങളിലും 46 ക്രോമസോം ഉണ്ടാവും. എന്നാൽ മിയോസിസ് അഥവാ ഊനഭംഗം നടക്കുന്ന സമയത്ത് ക്രോമസോം നമ്പർ എന്താവുന്നു? പകുതിയായി ചുരുങ്ങും. ഓക്കെ, അപ്പൊ ഇത് എന്തിന് കാരണമാവുന്നു? ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിലനിർത്താൻ ഇത് കാരണമാകുന്നു. ഓപ്ഷൻ സി ആണ് കേട്ടോ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. യുകാരിയോട്ടുകളിൽ പ്രത്യുൽപാദന കോശങ്ങളായ പുംബീജങ്ങളുടെയും അണ്ഡകോശങ്ങളുടെയും ഉൽപാദനത്തിന് സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം. ഓക്കെ, അതായത് പുംബീജം എന്ന് പറഞ്ഞാൽ സ്പേമാണ്, അണ്ഡം എന്ന് പറയുമ്പോൾ ഓവമാണ്. അപ്പോൾ യുകാരിയോട്ടുകളിൽ, യുകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ മർമ്മമുള്ള അല്ലേ, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസിനെയാണ് യുകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂക്കാരിയോട്ടുകളിൽ ഈ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും അഥവാ പുംബീജത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും ഒക്കെ ഉൽപാദനത്തിന് സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം അഥവാ മിയോസിസ്. ഓക്കെ അല്ലേ? ഊനഭംഗ പ്രക്രിയയ്ക്ക് ശേഷം ക്രോമസോമുകളുടെ എണ്ണം എന്താവുന്നു? പകുതിയായി കുറയുന്നു. ഓക്കെ, അപ്പോൾ ഊനഭംഗ പ്രക്രിയയ്ക്ക് ശേഷം ക്രോമസോമുകളുടെ എണ്ണം എന്താവുന്നു? പകുതിയായി കുറയുന്നു. 46 ക്രോമസോം ഉള്ളത് 23 ക്രോമസോമായിട്ട് മാറുന്നു. അപ്പൊ സ്പേമിലും ഓവത്തിലും മാത്രമാണ് 23 ക്രോമസോമുകൾ ഉണ്ടാവുക അല്ലേ. ഇത് രണ്ടും കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പോൾ 46 ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ഊനഭംഗ പ്രക്രിയയ്ക്ക് ശേഷം ക്രോമസോമുകളുടെ എണ്ണം പകുതിയായി കുറയുന്നതിനാൽ ഊനഭംഗത്തെ റിഡക്ഷണൽ ഡിവിഷൻ അഥവാ ന്യൂനീകരണ വിഭജനം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, മിയോസിസിനെ പറയുന്ന മറ്റൊരു പേരാണ് ന്യൂനീകരണ വിഭജനം അഥവാ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ലൈംഗിക കോശങ്ങളിൽ ഊനഭംഗം സംഭവിക്കുകയും ഹാപ്ലോയിഡ് ബീജങ്ങൾ, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? N എന്നുള്ള കണ്ടീഷനാണ് അല്ലേ. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2N എന്നുള്ള കണ്ടീഷനാണ്. ഇവിടെ ഒരു സെറ്റ് ക്രോമസോമേ ഉണ്ടാവൂ. അതായത് നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? 23 ക്രോമസോംസേ ഉണ്ടാവൂ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അല്ലേ. എന്നാൽ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ 46 ക്രോമസോം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ലൈംഗിക കോശങ്ങളിൽ ഊനഭംഗം സംഭവിക്കുകയും ഹാപ്ലോയിഡ് ബീജങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബീജങ്ങളാണ്. അതായത് ഹാപ്ലോയിഡ് എന്നുള്ള കണ്ടീഷനെ നമ്മൾ സ്മോൾ ലെറ്റർ N വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഡിപ്ലോയിഡ് എന്നുള്ള കണ്ടീഷനെ 2N എന്നാണ് എഴുതുക. ഓക്കെ, ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റ് ക്രോമസോമേ ഉണ്ടാവും. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ക്രോമസോം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേസിൽ ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 23 ക്രോമസോംസേ ഉണ്ടാവും. ഓക്കെ, ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 46 ക്രോമസോംസും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോശങ്ങളുടെ അകത്ത് ഹാപ്ലോയിഡ് ബീജങ്ങൾ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്